ഓഫ് കോഴ്സ് കൊള്ളയാണ്. ഐ ഡോണ്ട് നോ. സന്തൂർ. ദുബായ് എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫ, ലക്ഷറി കാർ, ഗോൾഡ് ATM എന്നൊക്കെയല്ലേ. ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് പഴയ ദുബായിലേക്കാണ്. കച്ചവടക്കാരുടെ സ്പൈസസ്, പേൾസ്, ഫ്രാഗ്രൻസ്, ഗോൾഡ് ഒക്കെ ഷിപ്പിൽ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്ത ആ റിയൽ പഴയ ദുബായ്. ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദുബായിയുടെ പൾസ് അടിച്ചിരുന്ന ആ തെരുവുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഫസ്റ്റ് ടാസ്ക്, ഈ കുഞ്ഞി വുഡൻ ബോട്ടിൽ കയറണം. ഇതിന് അബ്ര എന്ന് പറയും. പക്ഷെ ഇതിലിരുന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീൽ ആണ്. ഈ ബോട്ടിന്റെ ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്നറിയാവോ? ജസ്റ്റ് 1. സോ നമ്മൾ ഈ 1 ദിർഹം കൊടുക്കേണ്ടത് ബോട്ടിൽ കയറിയതിന് ശേഷമാണോ ഡ്രൈവർ. 1 ദിർഹം ഈസ് നത്തിങ്, റൈറ്റ്? ഇതൊരു നല്ല ബോട്ട് സഫാരി. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഫണ്ടഡ് ആണെന്ന് തോന്നുന്നല്ലേ ഈ ബോട്ട്സ്. യാ, എക്സാക്ട്ലി. ഞാൻ വ്യൂ കാണിച്ചത് അപ്പാര വ്യൂ ആട്ടോ. ഡോണ്ട് മിസ് ദിസ് ഔട്ട്. ലൈക്ക് ദിസ് ഈസ് ദ റിയൽ ദുബായ്, ഹിസ്റ്ററി ഓഫ് ദുബായ്, യു നോ. യാ, ബുർജ് ഖലീഫ ആൻഡ് ഓൾ ദ അതർ പ്ലേസസ് ആർ അമേസിംഗ്. പക്ഷെ ആ റിയൽ ഓൾഡ് പെട്രോൾ ഒക്കെ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഓൾഡ് ദുബായിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ദേർ ഓൾസോ. പണ്ട് കാലത്തെ അറബികൾ ലൈക്ക് ട്രേഡേഴ്സ് യൂസ് ചെയ്തോണ്ടിരുന്ന ആ ഒരു ഫീൽ, ലൈക്ക് ഒരു സെഞ്ചുറി പുറകിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ദേരയിൽ ലാൻഡ് ചെയ്തു. ഇതാണ് റിയൽ ദുബായിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ സൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പല്ല, ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. നല്ലൊരു ഫീലാണല്ലേ. ആ ഒരു മണം, ലൈക്ക് അത്തറും സ്പൈസസും എല്ലാം ഒരു കമ്പൈൻഡ് ഒരു ആ സ്മെല്ല്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീൽ. കുന്തിരിക്കാൻ വേറെ സ്ഥലം പുകയുന്നതാണ്. അതുകൊണ്ട് ഇതാണ് ദേറാസ് സ്ട്രീറ്റ്. ഇവിടെ നടക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. സ്പൈസസ്, ഗോൾഡ് ആൻഡ് പെർഫ്യൂം എല്ലാം ഇവിടെ കിട്ടും. ആൻഡ് ഇവിടെ നിന്ന് പല സൈഡിൽ നിന്ന് നമുക്ക് വിളി വന്നുകൊണ്ടിരിക്കും. ഗുഡ് പ്രൈസ്, സ്പെഷ്യൽ പ്രൈസ്, ജസ്റ്റ് ഫോർ യു എന്നൊക്കെ. ഇവിടെ പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ, ടൂറിസ്റ്റുകളെ ചുമ്മാ പറ്റിക്കാൻ. സോ ഏറ്റവും നല്ലത് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ പ്രൈസ് ഒക്കെ ഉണ്ടെങ്കിലും ടെംപ്റ്റേഷൻ അല്ലേ. ഇങ്ങനെ കത്തിയിരിക്കുന്ന ഈ നല്ല പെർഫ്യൂം സ്റ്റിക്സ് വെറുതെ വാങ്ങിക്കാൻ തോന്നും. സോ ഞങ്ങളൊന്നും വാങ്ങിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കൊള്ളയായിരിക്കും വിചാരിച്ചിട്ട്. അഫ്കോഴ്സ് കൊള്ളയാണ്, ഐ ഡോണ്ട് നോ. പക്ഷെ ഞങ്ങൾ ആ കത്തിക്കുന്ന സാധനം വാങ്ങിച്ച് വീട്ടിൽ മടങ്ങിയാണ്. ബിക്കോസ് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. സോ സ്മോക്കെല്ലാം ഇല്ലാത്ത കിച്ചണിൽ അറ്റ്ലീസ്റ്റ് കത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ചെറിയ അറബിക് ഫീൽ ജർമ്മനിയിലും കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ഈ ബേൺ ചെയ്യുന്ന ഈ പെർഫ്യൂം സ്റ്റിക്സ് എടുത്തു. സോ നമ്മൾ റിട്ടേൺ അടിക്കുകയാണ് വിത്ത് സം മെമ്മറീസ്, അറബിക് മെമ്മറീസ്. എന്താ ഇതിന് പറയാ? ആ സ്മെല്ലിന് എന്താ പറയാ? ഊതോ അല്ല, എന്ത് ഊതായിരുന്നു? സന്തൂർ ഊതോ, സന്തൂർ. സോ ആ ഊതും വാങ്ങിച്ച് നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ജർമ്മനിയിൽ ചെന്ന് കത്തിച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ ആ ഫീൽ. അറബിക് ഫീൽ അടിക്കുന്നുണ്ടോ, അറബിക് ഹോം ഫീൽ അടിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ബട്ട് ഐ എം ടു എക്സൈറ്റഡ് ടു ബേൺ ദിസ്. വീണ്ടും സെയിം അബുറായിൽ ബുർജ് ദുബായിലേക്ക് തിരിച്ചു. വീണ്ടും 1 ദിർഹം കൊടുക്കണം. സോ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോവാണ്. നമ്മുടെ കാറ് അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. സോ നിങ്ങളും വരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുട്ടോ. ഡയറക്റ്റ് വരാൻ പറ്റും. ബട്ട് ഞങ്ങള് അപ്പുറത്തെ തീരത്താണ് വന്നിറങ്ങിയത്. തീരം എന്നൊക്കെ പറയുമോ? അപ്പുറത്തെ സ്ഥലത്താണ് വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഇവിടേക്ക് 1 ദിർഹത്തിന് ട്രാവൽ ചെയ്തു ഈ ഓൾഡ് ബോട്ടില്. നല്ല ഫീലാണ്. കുറേ ബോട്ട്സ് ഉണ്ട്. വരുമ്പോ തന്നെ കയറി പോരാം. ഭയങ്കര നല്ലൊരു ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. പറയാം, ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സത്യം പറഞ്ഞാൽ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കൺസിഡർ ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് കുറച്ച് തന്നിട്ടുണ്ട്. സോ 1 ദിർഹം ഈസ് റിയലി ഗുഡ്. ആൻഡ് നമുക്ക് പഴയ ദുബായിയുടെ വൈബും കിട്ടും. ഈ ക്രീക്കാണ് ദുബായിനെ ദുബായ് ആക്കിയത് കേട്ടോ.
ഇതാണ് അൽ സുഖ് അൽ കബീർ. ലോക്കൽസ് ഇതിനെ മീന ബസാർ എന്നും പറയും. ഫാബ്രിക്, സാരീസ്, ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കിട്ടും. ഈ ഏരിയ കണ്ടപ്പോൾ തന്നെ ദുബായ് മോഡേൺ ദുബായ് ആവുന്നതിന് മുമ്പുള്ള ആ ഒരു വൈബ് അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പഴയ ദുബായ് ഒക്കെ കണ്ടു, നടന്നു, വാങ്ങി ഞങ്ങൾ തിരിച്ചു. ഇപ്പൊ ഒരു കാര്യം മാത്രം ബാക്കി, ഫുഡ്. ഞാൻ അറബിക് ഫുഡിന്റെ വലിയ ഫാനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്ന ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് മിസ് ചെയ്യാതെ ലാം ഡിഷ് നമ്മൾ കഴിക്കാറുണ്ട്. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റാർട്ടർ സൂപ്പ് കൊണ്ടുവന്നവര്. ഇവിടുത്തെ സ്റ്റാർട്ടർ സൂപ്പ് ഭയങ്കര ടേസ്റ്റിയാണ്. യെല്ലോ കളറാണ്, സിമ്പിൾ ലുക്ക്. ദാൽ സൂപ്പാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ദാലല്ല. ഇറ്റ് ഈസ് സോ യമ്മി. കുറച്ച് ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ് ലെവൽ. സിമ്പിൾ ഐറ്റം ബട്ട് സോ ഡിലീഷ്യസ്. ഇതിൻ്റെ ഒരു 1 സ്പൂൺ ലാം മത്ഫൂണിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടേസ്റ്റ് ആണ് കേട്ടോ അത്. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ലാം മത്ഫൂനും ലാം കപ്സയായിരുന്നു. രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. രണ്ടും കുറച്ച് ഹെവി റൈസ് ബേസ്ഡ് ഡിഷാണ്. മന്തിയൊക്കെ പോലെ തോന്നുമെങ്കിലും ബട്ട് ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഡിസേർട്ട്, അത് ഒരു ചെറിയ ബോണ്ടയുടെ ഒക്കെ സ്റ്റൈലിൽ അതിൻ്റെ മുകളിൽ അവർ കുറച്ച് ഡേറ്റ് സിറപ്പാന്ന് തോന്നുന്നു ഇങ്ങനെ ഹോട്ടായിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി നമ്മുടെ സുലൈമാൻ. ഈ സുലൈമാനെയും കൂടി കുടിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് യാത്രയിൽ വീണ്ടും കാണാം. ബൈ ബൈ.